വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ പരിസരത്തെ വീണ്ടും ഭീതിയിലാഴ്ത്തി അജ്ഞാത ജീവിയുടെ ആക്രമണം. അമിനിക്കാട് കോലഞ്ചേരി റിനോജിന്റെ പശുക്കിടാവിനെയാണ് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ആക്രമണത്തിന്റെ രീതി അനുസരിച്ച് പുലിയുടേതാകാം എന്ന് സംശയിക്കുന്നതായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പെരിന്തൽമണ്ണ പരിസരത്തെ വീണ്ടും ഭീതിയിലാഴ്ത്തിക്കൊണ്ട് അജ്ഞാത ജീവിയുടെ ആക്രമണം. അമിനിക്കാട് കോലഞ്ചേരി റിനോജ് എന്നയാളുടെ പശുക്കിടാവിനെ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ചത്ത നിലയിൽ കണ്ടെത്തി. 2 ദിവസം മുമ്പ് ചന്തയിൽ നിന്ന് 2 പോത്തുകളെ കൊണ്ടുവന്നിരുന്നു. അതിൽ ഇന്നലെ രാത്രി കൊണ്ടുപോയി 7 മണിക്ക് കൊണ്ടുപോയി തോട്ടത്തിൽ ടാപ്പ് ചെയ്യുന്ന റാട്ടയുടെ മുറ്റത്ത് കെട്ടിയിരുന്നു. അതിൽ കെട്ടിയിട്ടതിനെ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതിനെ പുലി വന്ന് ആക്രമിച്ചിട്ട് കടിച്ചു മുറിച്ച് തിന്നിട്ടിട്ടുണ്ട്. മറ്റത് കയർ പൊട്ടിച്ച് രക്ഷപ്പെട്ട് വീട്ടിലും വന്നിട്ടുണ്ട്. ആക്രമണത്തിന്റെ രീതി അനുസരിച്ച് പുലിയുടേതാകാം എന്ന് സംശയിക്കുന്നതായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഈ അടുത്തായി പരിസര പ്രദേശമായ മണ്ണാർമല ദേശത്തും പുലിയെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ജീവിയെ കണ്ടതായി നാട്ടുകാർ അറിയിച്ചിരുന്നു. വനം വകുപ്പ് ജീവനക്കാർ മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റിലെ കേരള വനം വകുപ്പ് സർപ്പർ റെസ്ക്യൂവർമാരായ യൂണിറ്റ് ലീഡർ ഷുഹൈബ് മാട്ടായ, ഡെപ്യൂട്ടി ലീഡർ ജബ്ബാർ ജൂബിലി, സെക്രട്ടറി ഫവാസ് മങ്കട, ഗിരീഷ് കീഴാറ്റൂർ, ഹുസ്സൻ കക്കൂത്ത്, യാസർ എരവിമംഗലം എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കൂടുതൽ സ്ഥിരീകരണം വരുന്നതുവരെ പരിസരവാസികളോട് ജാഗ്രതരായിരിക്കുവാൻ ട്രോമ കെയർ പ്രവർത്തകർ അറിയിച്ചു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിലമ്പൂർ അമരമ്പലം സൗത്ത് ഫോറസ്റ്റിലെ SFO രഞ്ജിത്ത്, BFO സജീഷ്, വാച്ചർമാരായ ഉണ്ണികൃഷ്ണൻ, നസീർ, കേരള വനം വകുപ്പ് സർപ്പർ റെസ്ക്യൂവറും ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് ഡെപ്യൂട്ടി ലീഡറുമായ ജബ്ബാർ ജൂബിലി എന്നിവർ സ്ഥലത്തെത്തി പരിശോധിച്ച് ക്യാമറ സ്ഥാപിച്ചു.